ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മഹേഷ്. ഞാൻ എന്നൊരു ടാറ്റ നാനോയുടെ ECU റിപ്പയർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് ഞാൻ പുതിയ IC മേടിച്ചിട്ടുണ്ട്. ആ IC അതിൽ വെച്ച് പിടിപ്പിച്ച് സോൾഡർ ചെയ്യണം. അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്കൊട്ടും താമസിക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം. ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് നന്ദി എല്ലാവർക്കും. ഓക്കെ, ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ടാറ്റയുടെ നാനോയുടെ ECU. ഇതാണ് നമ്മുടെ പഴയ IC. ഇത് നമ്മുടെ പഴയ IC, ഇത് നമ്മുടെ പുതിയ IC. ഇവിടെയാണ് നമുക്ക് മാറേണ്ടത്. ഇവിടെ പുതിയ IC നമുക്ക് ഇവിടെ പിടിപ്പിക്കണം. ഓക്കെ, അതാണ് ഇവിടുത്തെ പണി. നമുക്ക് ഇളക്കിയെടുത്തിട്ട് ഇതുപോലെ വയ്ക്കണം. ഇതുപോലെ വെച്ച് സോൾഡർ ചെയ്തെടുക്കണം. സോൾഡർ എടുത്ത് ഇത് റെഡിയാവും. ഞാൻ അടുത്തത് സോൾഡർ ചെയ്യാൻ പോകുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ ഈ IC ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് ചേഞ്ച് ചെയ്യണത് പിടിക്കാത്തത്. രണ്ട് കൈയും ഉപയോഗിച്ചിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ഒരു കൈ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ശരിക്കും ഞാൻ അത് സോൾഡർ ചെയ്തു, നന്നായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ടച്ച് ആവാത്ത രീതിയിൽ, അതിൻ്റെ ലെഗുകളൊന്നും ടച്ച് ആവാത്ത രീതിയിൽ അടിപൊളിയായിട്ട് സോൾഡർ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലൂ ഇട്ടിട്ട് ഇതിൽ ഒട്ടിക്കും. അതിന് മുന്നായിട്ട് നമുക്കൊന്ന് വണ്ടിയിൽ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഗ്ലൂ പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ അതിട്ട് അടയ്ക്കണം. അതിനായിട്ട് നമുക്ക് വണ്ടിയിലൊന്ന് പോയി വണ്ടിയിൽ വെച്ച് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാം. മെയിൻ ഡ്രില്ല് ഓൺ ആവണം. അതിൻ്റെ ചെക്ക് ലൈറ്റ് വരണം. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സ്, ഇത് ഫാനിൻ്റെ സ്വിച്ചാണ്. ഫാൻ ഓട്ടോമാറ്റിക്കലി ഓൺ ആവാത്തത് കൊണ്ട് അവർ ഇവിടെ ഒരു സ്വിച്ച് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ചില സമയത്ത് സ്റ്റാർട്ടർ വർക്കാവത്തില്ല. സ്റ്റാർട്ടർ വർക്കാവാത്തത് കൊണ്ട് അടുത്തത് വേറൊരു സ്വിച്ച് വെച്ച് പിടിപ്പിച്ചിരിക്കുക സ്റ്റാർട്ടറിങ്ങിന്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫോൾട്ടുകളായിരുന്നു. ആദ്യം ബിഗിനിങ് ഇതിങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെയാണ് ഇത് റെഡിയായത്. പിന്നീട് ECയുടെ പവർ IC, സിസ്റ്റം IC ഒക്കെ പോയപ്പോൾ അത് ഫുള്ള് ഡെഡായി. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ടാറ്റയുടെ വണ്ടി നാനോ. ഇതിലാണ് നമ്മൾ EC റിപ്പയർ ചെയ്തത്. ഇപ്പോൾ EC ഞാനിവിടെ ഈ ബോർഡിലിവിടെ പിടിപ്പിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ പവർ IC ചേഞ്ച് ചെയ്തതാണ്. ഫുള്ള് ബോർഡ് റിപ്പയർ ചെയ്തിട്ടുള്ള വീക്കായിട്ടുള്ള എല്ലാ പാർട്സുകളും ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പവർ IC ഉൾപ്പെടെ. ഇപ്പോൾ ഇവിടെ എല്ലാം മാറിയിട്ടുണ്ട്. ഇഗ്നീഷൻ കോയിലൊക്കെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇഗ്നീഷൻ ഓൺ ആക്കിയിട്ട് ബാറ്ററി ഇവിടെ കൊടുക്കും. ഞാൻ ഇഗ്നീഷൻ ഇവിടെ ഓണാക്കി ഇട്ടിട്ടുണ്ട്. മീറ്ററിൽ ചെക്ക് ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം EC ഇവിടെ ലോഡഡ് ആണ്. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായി. ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ടായിട്ടുണ്ട്.
ചെക്ക് ലൈറ്റ് പോയിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ് ഇപ്പോൾ. ചെറുതായിട്ട് ഇവിടെ ഹീറ്റാവും, അധികം നേരം സ്റ്റാർട്ട് ചെയ്തിടണ്ട. ഇവിടെ ഈ പവർ IC, സിസ്റ്റം IC, ഈ റെഗുലേറ്റർ എല്ലാം നല്ല ഹീറ്റാവും. ഇത് ഫുള്ള് ഡെഡായിരുന്നു, ഒട്ടും വർക്കാവത്തില്ലായിരുന്നു, ഒന്നും വർക്കാവത്തില്ല. മെയിൻ റിലേ ഓൺ ആവത്തില്ല, ഫ്യൂൽ പമ്പ് വർക്കാവത്തില്ല. അങ്ങനെയാണ് ഈ വണ്ടി ഇവിടെ വന്നത്. നമ്മളിത് റിപ്പയർ ചെയ്തപ്പോഴത്തേക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഗോയ്സ്, അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.